അപ്പോൾ ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെ ഇഷ്ടമായ നമ്മളെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ തന്നെ പ്രാവളെ ഒന്ന് ഇറക്കി. അപ്പോൾ ഗൈസ് ഇനി ഒരു രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എന്നൊരു പ്രാവ് വരും ഗൈസ്. നമ്മളെ ആ പ്രാവിന് ഒരു പറവ, നല്ലൊരു പറവ ആണ് നമുക്ക് കിട്ടും ഗൈസ്. അപ്പോൾ ആ പ്രാവ് എന്നെ വരാത്തോണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം ഇനി കാത്തിരിക്കുന്നത്. ഇനി ആകെ കുറച്ച് ദിവസം ഗൈസ് നമ്മൾ ആ പ്രാവും കൂടി വരും. ഗൈസ് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഇത് കാണിച്ചു നോക്കിയ ഈ കാടൻ പ്രാവില് ആടെ കണ്ട ഗൈസ്, നിങ്ങൾ നോക്കി നിന്നു. 2 വെള്ളപ്രാവുകളുണ്ട്. ഒന്ന് ഈ സൈഡില് ഇങ്ങായിട്ട് ഒന്നുണ്ട്, ഇന്നൊന്ന് ഇങ്ങുണ്ട്. വൃത്തിക്ക് നോക്കിക്കോ. അപ്പോൾ ഇത് ആരെയാണെന്നറിയില്ല, പക്ഷെ രാവിലെ ഇന്ന് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അതിന് നോക്കുമ്പോൾ അത് പറവയാന്ന് തോന്നുന്നു ചോദിച്ചാൽ ഫുള്ള് വെള്ളയാണ്. അത് വേറൊരു ആൺപ്രാവായിട്ട് കുത്തി കളിക്കുന്നുണ്ട്. പെണ്ണാണോ എന്ന് ഇപ്പോൾ വന്ന് ഡൗട്ട്. കുറുങ്ങുന്നൊന്നും കാണുന്നില്ല. പക്ഷെ അതിൻ്റെ ഇപ്പുറത്ത് എന്നൊന്നും അത് വൃത്തിക്ക് ഇരുന്നിന് ആടാ. ഈ ഒരു കോണലിലായിട്ട് അതിരിക്കുന്നത്. ഈ കോണലിലുള്ള ഇത് അടിയാവുന്നുണ്ട് അവിടെ, എന്നാന്നറിയില്ല. പക്ഷെ ആ പ്രാവ് ഇങ്ങോട്ടേക്ക് വരുന്നതിൽ നമ്മളെന്തായാലും നമ്മളെ പ്രാവളെ വെച്ച് അതിനെ പിടിക്കും. പക്ഷെ അത് ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ആ ഏരിയ തന്നെ ഇങ്ങനെ ചുറ്റി കളിക്കുക. അപ്പോൾ നമ്മളെ പ്രാവളെ ഇറക്കി ആകെ എന്താ പറയുക, കുറച്ച് സമയം അതിനുള്ളൂ. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും പ്രാവുകളെ ബേസിക്കായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ആദ്യം പ്രാവിനെ മേടിച്ച് പോറ്റാനുള്ളവർക്ക്, ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉള്ളവർക്ക്. ഞാൻ ഏതാണ്ട് സ്റ്റാർട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എൻ്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം നല്ലൊരു സ്ഥലം നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്യും. നിങ്ങളെ വീട്ടിൽ എവിടെയെങ്കിലും വൃത്തിക്കൊരു സ്ഥലം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ ഏതെങ്കിലും നിങ്ങളുടെ ടെറസിൻ്റെ നിങ്ങൾ മേലെ വേണമെങ്കിൽ മേലെയാണ് കറക്റ്റായിട്ട് പോറ്റേണ്ടത്. പക്ഷെ നിങ്ങളെ വീട്ടിൻ്റെ മേലെ ടവറോ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം നിങ്ങളെ ഇപ്പുറത്തോ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ മറിച്ച് താഴെ നിങ്ങളെ വീട്ടിൻ്റെ മുന്നിൽ തന്നെയോ വീട്ടിൻ്റെ സൈഡിലോ ആയിട്ട് നിങ്ങൾക്ക് പോറ്റാവുന്നതാണ്. ആദ്യം നല്ലൊരു പ്ലാന് വേണം ഗൈസ്. എന്ന് വെച്ചാൽ പ്രാവളെ എങ്ങനെ പോറ്റാം, അതിൻ്റെ എന്തെല്ലാം ഫുഡ് കൊടുക്കണം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നാട്ടിൽ കിട്ടും ഈ രാഗിയും ഇച്ചിരി ഗോതമ്പ്, മുളുങ്ങനുള്ള ഈ ഗോതമ്പും രാഗിയും ഇതും കൊടുത്തു കഴിഞ്ഞാൽ പ്രാവ് നല്ല ഇതുണ്ടാവും. പിന്നെയുള്ള മോഷൻസ് കാര്യങ്ങളെല്ലാം അതിൽ പിന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല കൂട് എന്ന് വെച്ചാൽ കൊതുകോ അങ്ങനെ അധികം ഒന്നും കയറാത്ത രീതിയിലുള്ള നല്ലൊരു കേജ്. എൻ്റെ അടുത്തുള്ള പോലത്തെ ഇങ്ങനെ തട്ടിക്കൂട്ടിട്ടൊന്നും ആക്കണ്ട. നല്ലൊരു കേജ് ആകെ 2000-3000 ആവും കൈസ്. അപ്പോൾ ആ ഒരു റേറ്റിൽ വരുന്ന നല്ലൊരു വുഡിൻ്റെ കേജോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നല്ലൊരു കേജ് ആക്കും കൈസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാവന 2 എണ്ണത്തിന് മേടിച്ചാൽ ഇത് 2 എണ്ണത്തൊന്ന് പിന്നെ 6 ആവും, 6 പിന്നെ 10 ആവും, 10 പിന്നെ 20 ആവും, 20 പിന്നെ 40 ആവും. അങ്ങനെ അത് ആയിക്കൊണ്ടേ വെക്കും. നിങ്ങൾ അത് നോക്കണ്ട. നിങ്ങൾ ആദ്യം 2 ഒരു ഫീമെയിലും ഒരു മെയിൽ പ്രാവിനെയും മേടിച്ചാൽ മാത്രം മതി. നിങ്ങൾ വേറെ ഒന്നിനും മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ നിങ്ങളോട് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമേ എന്നൊരു പ്രാവ് ആടാ. ഇതുപോലെ കുറേ ആൾക്കാർ പ്രാവള വിട്ടും പോകുന്നുണ്ട് കുട്ടികൾ. അവരെല്ലാം കഷ്ടപ്പെട്ട് മേടിക്കും. ഇതെല്ലാം ഇങ്ങനെ പോവും, കയ്യിൽ നിന്ന് വിട്ടുപോയി. കണ്ട ആടാ നോക്കിയിട്ട്, ആടെ 2 എണ്ണം ഇപ്പോൾ ഇടിയതാ. ഇതെല്ലാം സാധാ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പ്രാവളാണ്. ഇതെല്ലാം നോക്കിയിട്ട് എല്ലാം സാധാ പ്രാവളൂടെ ചുറ്റുന്നു. നല്ല പ്രാവള ഐസ്. അത് സബ്ജാ പുളി ഐസ്. അത് അധികം ഇവിടെ വരുത്തുന്നുണ്ട്. പക്ഷെ പിടിക്കാൻ അതിൻ്റെ കയ്യലില്ല. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് 3 ടൈം ഓരോ മാസത്തിന് ചൂടുകാലം, വെയിലുകാലം, തണുപ്പ് കാലത്തിൽ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ, ചൂട് കാലത്ത് നിങ്ങൾ അധികം ഈ ഗോതമ്പ് കൊടുക്കാൻ നിൽക്കണ്ട. ഗോതമ്പ് ഹീറ്റ് പ്രാവക്ക്
കൂടുമ്പോൾ നിങ്ങളെ പ്രാവുകൾക്ക് അത് വിഷമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പ്രാവുകൾക്ക് ഇപ്പോൾ തണുപ്പ് മാസം അങ്ങനെ ഇങ്ങനെ മേടിക്കുന്നെങ്കിൽ തണുപ്പ് മാസം നിങ്ങൾ നോർമലി എന്താണെന്ന് വെച്ചാൽ ഇത് കൊടുത്താൽ മതി, നമ്മളെ റാഗിയും ഈ ഗോതമ്പും. തണുപ്പ് കാലത്ത് ഗോതമ്പ് കൊടുത്താൽ ഹീറ്റാവും. അപ്പോൾ പ്രാവുകൾക്ക് അത് കുഴപ്പമില്ലാണ്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രാവിനെ മേടിച്ചിട്ട് വന്നതിനാൽ അപ്പാടെ നിങ്ങൾ ചിറക് ഒന്നിക്ക് മുറിച്ചേക്ക് അല്ലെങ്കിൽ പിന്നിട്ടേക്ക് അല്ലെങ്കിൽ കെട്ടിയേക്ക്. നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ലീവ്സ്. ഇപ്പോൾ ആദ്യത്തെ 1 കള്ളിയോ 2 കള്ളിയോ 3 കള്ളി 4 5 6 കള്ളി അതിൽ ഒരു 9 തൊട്ട് 8 7 വരെ ഉള്ള കള്ളികൾ നിങ്ങൾക്ക് കെട്ടിയാൽ ഏടി പോലെ പ്രാവ് ഇങ്ങനെ തുള്ളി കളിക്കും. അത്രേ ഉള്ളൂ. നിങ്ങളത് പേടിക്കണ്ട. ഇത് ആദ്യം ബേസിക്കുള്ളവർക്കായി പറയുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞ് ഒരാഴ്ച നിങ്ങൾ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡും വെള്ളവും കാര്യങ്ങളും വെക്കുക. ഒരു ദിവസം 1 മണിക്കൂർ ഫുഡ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് ഫുള്ള് കാലി കഴിക്കുന്ന അപ്പാടെ ബോക്സ് എടുത്ത് മാറ്റിയേക്ക്. അല്ലെങ്കിൽ ബോക്സ് മൊത്തം വൃത്തികേടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് എക്സ്ട്രാ കഴുകേണ്ട ഈ പണികളെല്ലാം ഓക്കെ ആയെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ. ഒരു ദിവസം തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചാലും ഇത് കാഷ്ടാലായാലും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ച്. അല്ലെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പാടെ അത് എടുത്ത് മാറ്റി വെള്ളം മാത്രം വെച്ചാൽ മതി. പിന്നെ പ്രാവുകൾക്ക് വയറ് നിറച്ച് ഫുഡും കൊടുക്കണം കഴിച്ച്. വയറ് നിറച്ച് അവരെ വയറ് എപ്പോഴും ഫില്ലായിരിക്കണം. ചിലർ പറയും പ്രാവിനെ പോറ്റിയാൽ കടം കയറും. അന്നുമല്ല, ഈ പ്രാവിനെ പോറ്റിയാൽ കടമൊന്നും കയറില്ല. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പ്രാവുകൾ എന്ന് വെച്ചാൽ ഒരു മനുഷ്യരായിട്ട് ഇതാവുന്നൊരു സംഭവമായി. ഇവരങ്ങനെ ആരും കടമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. പോറ്റുന്ന ഒരു ഇതായതുകൊണ്ട് ഞാൻ പറയാം. പ്രാവുകൾ ഒരിക്കലും കടയല്ല. പ്രാവുകളെ പോറ്റുമ്പോൾ പ്രാവുകൾക്ക് ഈ ഫുഡ് കൊടുക്കാണ്ട് പകുതി ഫുഡ് കൊടുത്തിട്ട് കേജിൻ്റെ ഉള്ളിലിടുക. പിന്നെ നിങ്ങൾ എവിടെയും പോകേണ്ട അത്യാവശ്യത്തിന് അപ്പാട് പകുതി ഫുഡ് കിട്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ പ്രാവിൻ്റെ മനസ്സിലും പ്രാവ് കുറുങ്ങുമ്പോൾ ഉണ്ടാവുന്നൊരു കാര്യം അത് ശാപം. അതാണ് നിങ്ങൾ ഈ കട പിന്നെ ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ പറയുന്നില്ലേ. ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ അപ്പം നിങ്ങളെ വീട്ടിൻ്റെ മേല വേറെ ഏതോ ഒരു സാധാ പ്രാവ് വന്നിട്ട് ഒറ്റക്കാലിൽ നിന്നതിനെ നിങ്ങൾ അതിന് ഇങ്ങനെ പറയുമോ? നിങ്ങളെ കടം കയറുമെന്ന് പറയുമോ? ഇല്ലല്ലോ. ആന്നും അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. അല്ല വെറും പണ്ട് ആൾക്കാർ പറഞ്ഞു വന്ന കാര്യമാണ്. അനക്കോ എൻ്റെ അച്ഛനും പോറ്റിന് ഗൈസ്. എൻ്റെ അച്ഛനും ചെറിയ വയസ്സിൽ കുറേ പ്രാവളെ പോറ്റിയതാണ്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ കുറേ പറഞ്ഞു തന്നു ഞങ്ങൾക്ക്. ആ ഇത് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഇപ്പോൾ പ്രാവളെ ഒരിക്കലും അങ്ങനെ നിങ്ങൾ ഇതായിട്ടൊന്നും കാണണ്ട. അവരങ്ങനത്തെ ഒരു ആൾക്കാരുമല്ല. അവർക്ക് നിങ്ങൾ വയറ് നിറച്ച് ഫുഡ് കൊടുത്ത് അവരെ മനസ്സിലപ്പോൾ എന്താ, ഓ നമുക്ക് നല്ല ഫുഡെല്ലാം തരുന്നില്ലേ, നല്ലതാവട്ടെ എന്നുള്ള മനസ്സിൽ അവർക്കും ഉണ്ടാവും. അപ്പോൾ അവർ ആ സ്നേഹം നമ്മളോട് കാണിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരിക്കലും പ്രാവുകൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോറ്റാണ്ടിരിക്കുന്ന ചോദിച്ചു. പിന്നെന്ന് വെച്ചാൽ പ്രാവിൽ കൂട് ക്ലീൻ ചെയ്യൽ. ചില കുട്ടികൾക്ക് കൂട് ക്ലീൻ ചെയ്യാൻ ആകെ മടി കാര്യങ്ങളെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാവിനെ പോറ്റാൻ ഇല്ല ചേച്ചി, നിങ്ങൾ വേസ്റ്റാണ്. പ്രാവിനെ പോറ്റാൻ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇതില്ല. അങ്ങനെ നിങ്ങൾ പോറ്റണ്ട. പ്രാവിൻ്റെ വേസ്റ്റ് നിങ്ങളെ ഭക്ഷണം നിങ്ങളെയാണത് എന്ന് വിചാരിച്ചിട്ട് ക്ലീൻ ചെയ്യുക. അത് പിന്നെ കേജിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം ക്ലീൻ ചെയ്യണം. വൃത്തിക്ക് ക്ലീൻ ചെയ്തിട്ട് പ്രാവളെ കയറ്റണം. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സമയത്തല്ല പ്രാവക്ക് ഫുള്ള് കേജിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഈ സമയത്ത് കോൾഡ് സമയമാണ്. അപ്പോൾ വേഗം തന്നെ ഇങ്ങനത്തെ ചോര കുടിക്കുന്ന പ്രാണികളും ഇതെല്ലാം കൊതുക് ഇതെല്ലാം കയറും. അപ്പോൾ അവർക്ക് എക്സ്ട്രാ രോഗമാവും കഴിച്ചത്. അതിലൂടെയാണ് മെയിനായിട്ട് രോഗം പടരും. അപ്പോൾ നമ്മൾ ആ പ്രാണി ചെറിയൊരു രോഗം കയറിയിട്ടുണ്ട് കഴിച്ചു. ഞാൻ അങ്ങനത്തെ നോക്കിയുണ്ട്. അത് അങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കുക കഴിച്ചു. ഒരു ബേസിക് എന്നുള്ള സ്റ്റാർട്ടിങ്ങിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം കഴിച്ചു ഈ വീഡിയോ. അപ്പോൾ ആവുന്ന അത്രയോ എല്ലാവരും പ്രാവുകള മാത്രം ഈ തണുപ്പ് കാലത്ത് അങ്ങനെ നോക്കല. തണുപ്പ് കാലത്ത് ഞാൻ പറഞ്ഞ പോലെ രാഗിയും ഇതും കൊടുത്താൽ മതി. നിങ്ങൾ ഗോതമ്പ് മുഴുങ്ങനുള്ള ഗോതമ്പ് കൊടുത്താൽ മതി. പിന്നെ ചൂട് കാലത്ത് നിങ്ങൾ നമ്മളെ കടലയില്ലേ, ബ്രൗൺ കളർ കടല, അത് വെള്ളത്തിലിട്ട് പൊതിർത്തിയിട്ട് അത് കൊടുക്കും. അത് നിങ്ങൾക്ക് വേറെ പ്രാവുകളെ ആക്കാറെ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് അവർ കൊടുക്കും. അതുപോലെ അവർ പറഞ്ഞു തരികയും ചെയ്യും. അതുപോലെ ചെയ്യാം.
അപ്പോൾ അതുപോലെ ഫുഡ് അതിനനുസരിച്ച് ഫുഡിൻ്റെ വീഡിയോസ് ഉണ്ടാവും. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോ. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ കുറച്ച് ഒരാഴ്ചക്കുള്ളിൽ ഇടാം ഗൈസ്. അതിൻ്റെ വീഡിയോ ആ ഫുഡ് എങ്ങനെ കൊടുക്കണ്ടേ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇടാം. എന്തെങ്കിലും ഒരാഴ്ചക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഇനി ചൂടുകാലം വരുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വൃത്തിക്ക് ഇടാം ഗൈസ്. അന്നേരം ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് അവരെന്താ ചെയ്യുക, അവർക്ക് എന്തെല്ലാം കൊടുക്കണ്ടേ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇടാം. പിന്നെ മുട്ടയിടുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് പ്രാവ് മുട്ടയിടാനാകുമ്പോൾ ഉള്ള കാര്യങ്ങളും ഫുഡും മോശൻ്റെ കാര്യങ്ങളും ഞാൻ അന്നേരം ഇടാം ഗൈസ്, ആ വീഡിയോസെല്ലാം. പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.